എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ്. നമുക്കിന്നൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയാലോ. ലെമൺ റൈസ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരു ദൂരയാത്രക്കെല്ലാം കൊണ്ടുപോയിട്ട് ഇന്ന് കൊണ്ടുപോയി നാളെ വൈകുന്നേരം വരെ വെച്ച് നമുക്ക് തിന്നാൻ പറ്റും. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിൽ കുറച്ചൊരു പാകം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്, 2 കപ്പ് ചോറ്. ഇത് തീരെ അധികം വെന്ത് പോരെ, ഒന്നോടൊന്നൊട്ടാത്ത ചോറായിരിക്കണം. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ 2 ലെമൺ പിഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് കലക്കിയെടുക്കാം. മൊത്തം ഉപ്പ് അതിൽ കലങ്ങി വരട്ടെ. അതിനുശേഷം നമുക്കിതൊന്ന് അളന്ന് നോക്കാം എത്ര ഉണ്ട്. 2.25 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും 1 ടീസ്പൂൺ ഉപ്പും ഈ ചോറിൽ നല്ലോണം മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു ഭാഗത്തിരിക്കട്ടെ. നമുക്കിനി ഒരു താളിപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു കരണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ, അതായത് പച്ചെണ്ണ എന്ന് പറയുന്നത് ഈ ജിഞ്ചലി ഓയിൽ, അതാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കടിക്കാൻ നല്ല സുഖമായിരിക്കും ഉഴുന്ന് പരിപ്പ് കൂടുതലുണ്ടെങ്കിൽ, വേണമെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുളക് നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 തണ്ട് കറിവേപ്പില. അതും ഇട്ടതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നിലക്കടല. വറുത്തതായതുകൊണ്ട് അവസാനം ചേർക്കുന്നത്. വറുക്കാത്തതാണെങ്കിൽ ആദ്യമേ ചേർക്കണേ. കഴിയുന്നതും വറുത്തിട്ട് ചേർത്തോളി, അതായിരിക്കും നല്ലത്. ഇത് നല്ലോണം ഒന്ന് വറുത്തതിന് ശേഷം സ്റ്റൗ ഓഫാക്കിയിട്ട് ഇനി നമുക്ക് 2 പിഞ്ച് പെരുങ്കായം ചേർത്ത് കൊടുക്കാം. പിന്നെ അതും സ്റ്റൗ ഓഫാക്കിയിട്ട് ഓർമ്മിക്കണേ, സ്റ്റൗ ഓഫാക്കിയിട്ടായി ചെയ്യാവൂ. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടി ചേർത്തിട്ട് കുറച്ച് മല്ലിയില നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കണം. കണ്ടില്ലേ, ഞാൻ ഈ അവസാനം ഒന്ന് തണുത്ത് വരുമ്പോൾ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചോറിൻ്റെ അകത്തേക്ക് ഇത് മൊത്തത്തിൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലെമൺ ജ്യൂസ് കറക്റ്റായിരിക്കണം. പുളിപ്പ് കൂടിപ്പോയാൽ ചിലർക്ക് പിടിക്കൂല. അപ്പോൾ നിങ്ങളെ പുളിപ്പിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. പിന്നെ അരി അധികം വെന്ത് പോറ്, നല്ല ഉശിരുള്ള ചോറായിരിക്കണം. ഉപ്പൊന്ന് നോക്കാം, കറക്റ്റാണ്. അപ്പം 2 കപ്പ് അരിക്ക് 1 ടീസ്പൂൺ ഉപ്പ് കറക്റ്റ്. അപ്പോൾ ചിലർക്ക് കൂടുതലും കുറവും വേണ്ടി വരും, അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.